ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിനാഥ്. ഇന്ന് എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇന്ന് മുട്ട വെച്ചൊരു എഗ് പപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണ് അതിന് ആവശ്യമായ സാധനങ്ങളെന്ന് നോക്കാം. ആദ്യം തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട, 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് സവാള, മസാല തയ്യാറാക്കാൻ ആവശ്യമുള്ള സവാള, ഒരു സവാള അരിഞ്ഞതാണ്. പിന്നെ ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി. പിന്നെ മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ മാവ് കുഴക്കാൻ ആവശ്യമായ മൈദ ഒരു 1/4 കപ്പ്, ഒരു മുട്ടയുടെ മഞ്ഞ, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ മുട്ടയുടെ വെള്ളം, അതിന് കവർ കോട്ടിങ് ചെയ്യാനായിട്ട്, പിന്നെ കുഴക്കാൻ ആവശ്യമായ വെള്ളം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ മൈദ മാവ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ ഇതിലോട്ട് ചേർക്കുക. അതിനുശേഷം ഈ പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ആവശ്യാനുസരണം വെള്ളം കുഴച്ച് നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുത്തി കുഴച്ചെടുക്കാവുന്നതാണ്. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഇത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. സവാള വഴറ്റുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നല്ലോണം വഴണ്ട് വരട്ടെ. സവാള നന്നായി വഴണ്ട് വന്നതിന് ശേഷം മസാലകൾ ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ പറയാൻ വിട്ടുപോയ 2 സാധനങ്ങൾ കൂടിയുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല സോറി, ടീസ്പൂൺ കൂടി ചേർക്കണം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഉടയുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൽ കിടന്ന് വഴണ്ട് വരണം. ഇപ്പം നമ്മുടെ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തായി നമ്മൾ കുഴച്ച് വയ്ക്കുന്ന മാവ് ഈ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് 4 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നായി പരത്തി എടുത്ത് മുകളിൽ വെച്ച് ഇതിൻ്റെ മുകളിൽ ഓരോന്നായി വെച്ച് ലെയർ ചെയ്ത് എടുക്കാം. ഇതിനിടയിൽ ഒരു വീഡിയോ സ്കിപ്പായിപ്പോയി, എല്ലാവരും ക്ഷമിക്കണേ. ഇങ്ങനെ ഓരോന്നും ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് ഓരോന്നിൻ്റെ മീതെ ഒന്നൊന്നായി വെച്ച് 4 ലെയറായിട്ട് എണ്ണ തേച്ച് ചെയ്തെടുക്കണം നമ്മൾ. ശേഷം 4 വശവും ഇങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കണം. അതിനുശേഷം ഇങ്ങനെ 4 പീസുകളായിട്ട് എടുക്കുക. ഇനി
ഓരോ ലെയറും ഇങ്ങനെ ചെയ്തെടുക്കുക. മസാല വെച്ചതിന് ശേഷം ഒരു മുട്ട വെച്ച് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ പപ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പപ്സ് തയ്യാറാക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു കുക്കറിലാണ്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിക്ക് മുമ്പ് നമുക്ക് ഈ പപ്സ് ഉണ്ടാക്കി വെച്ചതിൻ്റെ മേലെ മുട്ടയുടെ വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുക. ഇതേപോലെ മുട്ട പപ്സ് ഇതിലോട്ട് വെക്കുക. ഒരു 4 മിനിറ്റിന് ശേഷം കുക്കർ തുറന്നതിന് തിരിച്ച് മറിച്ചുമിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കുക. 4 മിനിറ്റിന് ശേഷം കുക്കറൊന്ന് തുറന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ മുട്ടയുടെ വെള്ളം ഒന്ന് തേച്ച് കൊടുക്കണം. ഇനിയും 4 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കി സൈഡും തിരിച്ചിട്ട് എടുക്കാം. ഇതാ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കുന്ന എഗ് പപ്സ് റെഡി. കുട്ടികൾക്ക് ഇന്ന് കടകളിൽ നിന്നും പഴകിയ എഗ് പപ്സുകൾ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം നമുക്ക് വീടുകളിൽ തന്നെ ഒരു 20 നിമിഷം ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ കഴിയുന്ന എഗ് പപ്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.